ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെല്ലാം ഉപരി തന്നെ ഇന്നിങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സാറിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം മെലഡീസിൻ്റെ ഒരു സെക്ഷൻ, മെലഡീസ് എന്ന് തന്നെ എടുത്തു പറയാൻ പറ്റത്തില്ല, കാരണം ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള മെലഡീസ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളിലൂടെയാണ് ആരാധകർ സാറിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു, കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടതും. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം തോന്നിയ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമയിലെ പുലരാൻ നേരം ജനൽവാദിക്കൽ എന്നുള്ള പാട്ടാണ്. അതിപ്പോൾ ഏതൊരു യാത്രയിൽ പോവുകയാണെങ്കിലും, അതിപ്പം നമ്മൾ ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഈ ഒരു പാട്ടില്ലാത്തൊരു യാത്രയില്ല. അപ്പം വേറെ പാട്ടുകളൊക്കെ ആണെങ്കിലും ഇടുക്കി എന്നൊരു പാട്ടുണ്ട്, അതുപോലെ തന്നെ മൗനങ്ങൾ. അപ്പം ഇതിനെല്ലാം ഒരു മെലഡീസ് എന്നതിലുപരി ഒരു റിഫ്രഷിങ് ഫീലാണ്, ഒരു കുളിർമയാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. അപ്പം സാറിന് ഈ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഒരു അനുഭൂതി, അല്ലെങ്കിൽ ഇതാണോ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജോണർ എന്ന് പറഞ്ഞ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മെലഡീസ് എന്ന് പറയുന്നത്? ഇഷ്ടപ്പെട്ട അത് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും ഈ സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻസ് ആണ്. സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പിന്നെ ഇൻസ്പയർ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഈ പോയറ്റ്സും ഒക്കെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കും. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, എനിക്ക് അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യുക, എന്തെങ്കിലും ഒരു സ്മൈൽ കേൾക്കുന്നവർക്ക് ഉണ്ടാകുക, പിന്നെ പെട്ടെന്ന് അസ്തമിക്കാത്ത ഒരു ചെറിയ ചിരി ഉണ്ടാകുക, ഇപ്പം നാളെയും കേൾക്കാൻ തോന്നുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലും കേൾക്കാൻ തോന്നുക എന്ന് പറയുന്ന പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം. അത് എപ്പോഴും വിജയിച്ചോളണമെന്നില്ല, പക്ഷെ അങ്ങനെയാണ് താല്പര്യം. ഒരു ഇന്നസെൻസ് ആണ് എല്ലാ പാട്ടിലും, ഒരു ഇന്നസെൻസ് ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നസെൻസിനേക്കാൾ നമ്മൾ ഈ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഒരു ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണല്ലോ. നമ്മൾ ഇന്ന് കണ്ട് മുട്ടുന്നവരെ, ഇന്ന് പരിചയപ്പെടുന്നവരെ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഓർക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അവിടെയാണ് ശരിക്കും യഥാർത്ഥ റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. അത് ചിലപ്പോൾ ഇത്തരം ഈണങ്ങളിൽ ഡെവലപ്പാകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു ലോഞ്ചിവിറ്റി എനിക്കിഷ്ടമാണ്, ഇത്തരം കാര്യങ്ങളുടെ ഒരു സ്ഥിരത, ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അത് ചിലതിൽ വർക്കാവും എന്നുള്ള. അതെന്ന് വെച്ചാൽ നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടണം പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ചെയ്യുന്നതിനെ ഒരു പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള സംവിധായകർ വേണം. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഓരോ സിനിമയിലെയും ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും ചിലപ്പം സംവിധായകർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തരുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം സാറിൻ്റെ ഫസ്റ്റ് ലാൽജോ സാർ എന്ന സാർ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറയുന്നത് ശ്രദ്ധിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ലാൽജോ സാർ എന്നെ ആദ്യം സാറിനെ കണ്ടപ്പോൾ ഒരു ഇന്നൊരു സിറ്റുവേഷൻ ഒന്ന് ട്യൂൺ ഇട്ടിട്ട് വരുമോ, അങ്ങനെയാണല്ലോ പല സംവിധായകരും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, അതായത് സംവിധായകരുടെ ഒരു കാഴ്ചപ്പാടുകളും നമ്മളുടെ സംഗീത സംവിധാനത്തെ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? സപ്പോസ് ഇപ്പോൾ ഒരു സംവിധായകൻ നമ്മളോട് ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പാട്ട് വേണമെന്നേ പറയുന്നുള്ളൂ, എങ്ങനെയാണ് കൂടുതലായിട്ട് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ചിലര് കണ്ടീഷൻഡ് ആയിരിക്കും, പ്രീ കൺസീവ്ഡ് ആയിരിക്കും. ഇന്ന പാട്ട് ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു തമിഴോ മലയാളമോ മലയാളം പൊതുവെ അവരുടെ റെഫറൻസുകൾ വരാറില്ല, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഹിന്ദിയോ തമിഴോ ഒക്കെ ആയിരിക്കും അവരുടെ തലയിലുള്ളത്. അപ്പോൾ അത് മനസ്സിൽ ചിലർ വയ്ക്കും, പക്ഷെ നമ്മളോട് അത് പറയില്ല, ബട്ട് നമ്മളെ ബ്രീഫ് ചെയ്യും. ബട്ട് ചില സംവിധായകരെന്ന് പറഞ്ഞാൽ അവർ മ്യൂസിക്കൽ മാസ്റ്റേഴ്സ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു സാധാരണ ആസ്വാദകൻ മാത്രമാണ് അവർ. അപ്പോൾ ആ രീതിയിൽ ബ്രീഫ് ചെയ്യുമ്പോൾ നമുക്ക് ചിലത് കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഒരു പെർസെപ്ഷനിൽ ആയിരിക്കും ചെയ്യേണ്ടാവുക, പക്ഷെ അവരുടെ ഉള്ളിൽ മറ്റേ റെഫറൻസ് കിടക്കുകയും ചെയ്യുന്നു. മിസ്മാച്ച് വരും, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, അത് പലപ്പോഴും മാച്ച് ആവില്ല. അപ്പോൾ പ്രീ കൺസീവ്ഡ് ആകുമ്പോഴത്തേക്കും ഒരു പുതിയൊരു സാധനം സ്വീകരിക്കാൻ ചിലർക്ക് മടിയുണ്ടാവും. എന്നാൽ ഈ റെഫറൻസ് തരുമ്പോൾ ഉള്ള അപകടം എന്ന് വെച്ചാൽ റെഫറൻസ് അതിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് എടുക്കാം, പക്ഷെ അത് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ കോപ്പി എന്ന് പറയുന്നത് അതല്ലേ. അപ്പോൾ അത് ചിലർക്ക് ഏകദേശം അതേ കിട്ടുന്ന അതേ ഫീല് തന്നെ വേണം. പിന്നെ എക്സിസ്റ്റിംഗ് സോങ്ങുകളുടെ പ്രത്യേകം ചില നമ്മൾ 100 കണക്കിന് തവണ കേൾക്കുന്ന ഒരു പാട്ടാണ് വിത്ത് ഫുൾ ഓർക്കസ്ട്ര. അപ്പോൾ കേൾക്കാത്തൊരു ഫ്രഷ് ആയിട്ടുള്ള സാധനം, ലിറിക്ക് പോലും ഇല്ലാതെ ട്യൂൺ മാത്രമായിട്ട് കേൾക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യാനുള്ളൊരു എന്താ പറയണ ഒരു വൈബ് ഈ സംവിധായകർക്ക് വേണം, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള ആളുകളായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ചിലർ വളരെ
റിസപ്റ്റീവ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന എന്തും ഇത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും കേൾക്കുക. ചിലത് അവർക്ക് വർക്കായാലും പറയും. സോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ചിലർ വിമർശന ക്രിട്ടിക്കലായിട്ട് കേൾക്കുള്ളൂ. ഇത് ശരിയാവില്ല, അടുത്ത ഓപ്ഷൻ പിടിക്കാം എന്നുള്ള മട്ടിൽ കേൾക്കുന്നത് തന്നെ. അപ്പോൾ ഓരോ തരത്തിലാണ് ഓരോരുത്തർ. ഇപ്പം സാറ് പറഞ്ഞല്ലോ, അതായത് ഇപ്പം റെഫറൻസ് ആയിട്ട് ഒരുപാട് പാട്ടുകൾ ഇപ്പം പല സംവിധായകരും കൊണ്ടുവരാറാണ്. അപ്പം ഇതേ ഒരു പാറ്റേണിലെ പാട്ടായിരിക്കും നമുക്ക് വേണ്ടതെന്നായിരിക്കും അവർ പറയുന്നത്. അപ്പം സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ചിലപ്പോൾ അത് റെഫറൻസ് വരുമ്പോൾ ചിലപ്പം അതേപോലെ ആവാൻ ഒരു സാധ്യത ഉണ്ടോ? അതായത് ഇത് എന്താ പറയുക, ഈ ഒരു പാറ്റേണിൽ തന്നെ വേണം എന്ന് പറയുമ്പം ചിലപ്പോൾ കോപ്പി, അങ്ങനെ പല പാട്ടുകളും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പം ഇത് പഴയ ഒരു പാട്ടല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ശ്രോതാക്കൾ എന്ന നിലയിൽ അങ്ങനത്തെ കുറെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? ഇതെന്ന് വെച്ചാൽ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചിലപ്പോ ഇപ്പൊ രൂപ് തെരാ മസ്താന, അപ്പൊ അത് ഫ്രേസിംഗ് ആണ് അതിന്റെ അട്രാക്ഷൻ. അപ്പോൾ ആ ഫ്രേസിങ് വന്നില്ലെങ്കിൽ ആ പാട്ടില്ല. സോ അത് കോപ്പി അടിച്ചപ്പോൾ അപ്പൊ ഞാൻ അതിന്റെ കോപ്പി അടിച്ചിട്ട് ചിലപ്പോൾ അത് റെഫറൻസ് നമ്മളൊരു ട്യൂൺ ഉണ്ടാക്കണം. അതേപോലെ ഇപ്പൊ നമ്മുടെ ട്യൂൺ മാറും. പക്ഷെ ഇപ്പൊ രൂപ് തെര എന്നുള്ളത് പൂമഴ ഫ്രേസിങ് മാറി. അപ്പൊ അത് ആ ക്യാച്ച് പോവും. നമ്മൾ കോപ്പി അടിച്ചുള്ള ചീത്തപ്പേരും വരും, അതിന്റെ ഒരു കൗതുകം കിട്ടുകയില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും. കോപ്പി അല്ല, ഒരു റെഫറൻസ് തരിക എന്ന് പറഞ്ഞാല് ഇറ്റ് ഷുഡ് ബി ദ ഫീൽ. ഒരു പാട്ട് തരുമ്പോൾ ആ ഫീലായിരിക്കണം നമ്മൾക്ക്, ആ ഫീലായിരിക്കണം ഈ പാട്ട് തരേണ്ടത് എന്നുള്ളൊരു ഇതായിരിക്കണം റെഫറൻസിന്. അല്ല ട്യൂണായിരിക്കരുത്, ഫീലായിരിക്കണം. അപ്പോൾ അതനുസരിച്ച് പുതിയൊരു സാധനം ചെയ്യുമ്പോൾ അത് എടുക്കാൻ സ്വീകരിക്കാൻ ഒരു മനസ്സും വേണം, അല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു പാട്ടിന്റെ ഇങ്ങനെ ഒരു റെഫറൻസ് വരുമ്പം അതിന്റെ ഫീല് വേണം എന്നല്ലേ പറഞ്ഞു. അപ്പം അതിന് ലിറിക്സും കൂടെ ആദ്യം നമുക്ക് തരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമോ? അതോ ലിറിക്സ് പൊതുവെ ഇപ്പോൾ ലിറിക്സിന് ട്യൂൺ ഇടുന്ന പരിപാടികൾ വളരെ കുറവാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാരണം ലിറിക്ക് എഴുതുന്ന ആൾക്ക് ഒരു കൃത്യം വൃത്തം അല്ലെങ്കിൽ ഒരു താളം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ വരികൾക്കും ഒരേ താളമായിരിക്കും. അപ്പോൾ നമുക്ക് മ്യൂസിക് ഇടുമ്പോൾ അതിന് കൂടുതൽ സാധ്യതകളിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ അകലെയൊരു കാടിൻ്റെ നടുവിൽ ഒരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ, അവിടെ വന്നിളവേറ്റ നാട്ടു പെൺപക്ഷിതൻ കഥ കേൾക്കുവാൻ കാതു കാടിനുണ്ടു. ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശ്വാസം മുട്ടും നമുക്ക് പാടുമ്പോൾ. അങ്ങനെയാണ് കവിതയുടെ. അപ്പോൾ കവിത എഴുതി കിട്ടുമ്പോഴുള്ള കുഴപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതിനൊരു പ്രീസെറ്റ് ആയിട്ടുള്ള താളം ഉണ്ടാവും. ട്യൂൺ ആദ്യം ഇടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് വരികൾ എഴുതി കഴിഞ്ഞാൽ അതിപ്പോൾ ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം